മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. എല്ലാ മലയാളികൾക്കും സ്ട്രീറ്റ് കുംഫു കോമ്പാറ്റ് സിസ്റ്റം ഇന്ത്യയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിസാവ് എന്നുള്ള ട്രെയിനിങ് മെത്തേഡും മാത്രമല്ല അതിൻ്റെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസും, വിങ്ചുനിലുള്ള ചിസാവ് ട്രെയിനിങ് മെത്തേഡും അതിൽ എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാം, ഒരു റിയൽ ടൈം ഫൈറ്റിംഗ് സിറ്റുവേഷനിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിസാവിലോട്ടുള്ള ആ ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് വിങ്ചുൻ കുംഫു. കാര്യം നമുക്ക് പൊതുവെ അറിയാം, കുംഫു ഒരു ചൈനീസ് ആയോധന കലയാണ്. അതിൽ തന്നെ സദൺ ഷാവലിൻ സിസ്റ്റത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ് വിങ്ചുൻ എന്നാണ് കുംഫു സിസ്റ്റം. എറ്റേണൽ സ്പ്രിംഗ് അല്ലെങ്കിൽ 4 hour സ്പ്രിംഗ് ടൈം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് തർജിമ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിങ്ചുൻ കുംഫുവിൻ്റെ മോഡേൺ ഫാദർ നമുക്ക് വേണമെങ്കിൽ പറയാം. ഫാദർ ഓഫ് മോഡേൺ വിങ്ചുൻ സിസ്റ്റം ആയിട്ടുള്ള ബ്രൂസ് ലീയുടെ ഒക്കെ ടീച്ചറായിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്റർ ഇറ്റ് മാൻ, അദ്ദേഹത്തിൻ്റെ വേർഷൻ പ്രകാരം എന്താണ് വിങ്ചുൻ നമുക്ക് നോക്കാം. സോ വിങ്ചുൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ തെക്കൻ ഷാവലിൻ അല്ലെങ്കിൽ സദൺ ഷാവലിൻ മാർഷൽ ആർട്സ് ആണ്. രണ്ടാമത്തെ കാര്യം, വിങ്ചുൻ ഒരു ക്ലോസ് കോമ്പാറ്റ് ഫൈറ്റിംഗ് ആർട്ടാണ്. അൺലൈക്ക് ഇപ്പോൾ നമ്മൾ നോർത്തേൺ ഷാവലിൻ ആർട്ട് പോലെ നമുക്ക് ഒരിക്കലും ഹൈ കിക്കുകളോ ജമ്പിങ് അല്ലെങ്കിൽ അക്രോബാറ്റിക് കിക്സുകളോ ഒന്നും നമ്മൾ വിങ്ചുനിൽ യൂസ് ചെയ്യാറില്ല. എല്ലാം ക്ലോസ് കോമ്പാറ്റ് ഫൈറ്റിങ്ങിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ബിക്കോസ് നമുക്കറിയാം, സ്ട്രീറ്റിൽ എപ്പോഴും നമുക്കിപ്പോൾ ഒരു യൂണിഫോം ഇടാനോ അല്ലെങ്കിൽ ഇതേപോലത്തെ എക്യുപ്മെന്റ്സ് ഇടാനോ അല്ലെങ്കിൽ ബെൽറ്റ് കെട്ടാനോ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. അവിടെ ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. സ്ട്രീറ്റ് ക്ലോസ് റേഞ്ചിലായിരിക്കും വരുന്നത്. ദെൻ മൂന്നാമത്തെ കാര്യം, ഒരു സ്റ്റിക്കി മാർഷൽ ആർട്ട് അല്ലെങ്കിൽ ക്ലോസ് റേഞ്ചിൽ എപ്പോഴും നമുക്ക് ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സെൻസസ്, നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഓർഗൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് സ്കിന്നാണ്, ത്വക്ക് എന്ന് പറയും. ഈ ത്വക്കിന്റെ സെൻസിറ്റിവിറ്റിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ടോപ്പിക് ബേസ് ചെയ്തായിരിക്കും നമുക്കിന്ന് ഡിസ്കഷൻ വരുന്നത്. നാലാമത്തെ സബ്ജക്ട് എന്നാൽ വിങ്ചുൻ എന്നാൽ ഒരു ഷോർട്ട് റേഞ്ച് ഷോർട്ട് ഡിസ്റ്റൻസ് വൈഡ് സ്റ്റാൻസുകൾ ഉപയോഗിക്കാതെ ഷോർട്ട് സ്റ്റാൻസുകൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ആർട്ടാണ് വരുന്നത്. അപ്പോൾ 4 കാര്യങ്ങൾ: വിങ്ചുൻ സദൺ ഷാവലിൻ മാർഷൽ ആർട്സ് ആണ്, ഷോർട്ട് സ്ട്രൈക്കിംഗ് മാർഷൽ ആർട്ട് ആണ്, ഷോർട്ട് റേഞ്ച് മാർഷൽ ആർട്സ് ആണ്, മാത്രമല്ല സ്റ്റിക്കി ആൻഡ് സ്മോൾ സ്റ്റാൻസ് യൂസ് ചെയ്യുന്ന മാർഷൽ ആർട്സ് ആണ് വിങ്ചുൻ കുംഫു എന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാണ്. എന്താണ് ചിസാവ് അല്ലെങ്കിൽ സ്റ്റിക്കി ഹാൻഡ് ട്രെയിനിങ്. അപ്പോൾ സ്റ്റിക്കി ഹാൻഡ് ട്രെയിനിങ് നമ്മൾ വിങ്ചുനിൽ മാത്രം സിസ്റ്റത്തിന്റെ പ്രത്യേകതയല്ല, വേറെയും സദൺ സിസ്റ്റങ്ങളായിട്ടുള്ള തൻലാങ് അല്ലെങ്കിൽ പ്രൈങ് മാന്റിസ് എന്ന് പറയും, ഈ സിസ്റ്റത്തിലും ഈ ചിസാവ് പോലുള്ള ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്. താഴ്ചയിലും ഈ കാര്യത്തിൽ പുഷ് ഹാൻഡ്സ് പോലുള്ള ട്രെയിനിങ് മെത്തേഡ്സ് ഇതിനകത്ത് നമുക്ക് പൊതുവെ കാണാവുന്നതാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പൊ അതിന് മുന്നേ എങ്ങനെയാണ് ചിസാവ് ചെയ്യുന്നത്? ഓക്കെ, ചിസാവ് ചെയ്യുന്നതിന് മുന്നേ വിങ്ചുനിൽ ബേസിക്കലി 18 ഹാൻഡ്സ് ആണ് പൊതുവേ നമ്മൾ ഡിഫൻസ് ആണെങ്കിലും ഒഫൻസ് ആണെങ്കിലും യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഥാൻസാവ്, ഗൂസാവ്, ഫുക്സാവ്, ബോങ്സാവ് പോലുള്ള ഇതെല്ലാം ചൈനീസ് ടേംസ് ആണ്. ഥാൻസാവ് മീൻസ് ഡിസ്പേഴ്സിംഗ് ഹാൻഡ് അല്ലെങ്കിൽ സ്പ്രെഡിംഗ് ഹാൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫുക്സാവ് മീൻസ് സബ്ഡൂയിങ് ഹാൻഡ് അല്ലെങ്കിൽ ബോങ്സാവ് മീൻസ് വിങ് ആം തുടങ്ങിയ കാര്യങ്ങളാണ്. സോ ഈ 3 ഹാൻഡ്സ് അല്ലെ ഥാൻസാവ്, ഫുക്സാവ് ആൻഡ് ബോങ്സാവ്, ഈ 3 ഹാൻഡാണ് നമ്മൾ വിങ്ചുനിൽ ചിസാവ് ട്രെയിനിങ്ങിൽ പൊതുവെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ പറയാം, ചിസാവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റിക്കി ഹാൻഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫൈറ്റിംഗ് അല്ല. പലരും നമ്മൾ യൂട്യൂബിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാം. ജസ്റ്റ് ഹാൻഡ് റോൾ ചെയ്യുക, അത് കൂടാതെ പ്രവീൺ ജസ്റ്റ് ഒന്ന് അടുത്തോട്ട് വരിക, അപ്പോൾ കുറച്ചും കൂടെ ഹാൻഡ്സ് ഒന്ന് ക്ലാരിറ്റി വരാൻ വേണ്ടി കാണുന്നവർക്ക്. ഓക്കെ, ജസ്റ്റ് റോൾ ചെയ്തിട്ട് ഉടനെ ടാപ്പ് ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് ബ്രൂട്ട് ഫോഴ്സ് യൂസ് ചെയ്യാതല്ല. എപ്പോഴും നമ്മുടെ സെൻസിറ്റിവിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ത്വക്കിന്റെ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുക കൂട്ടത്തിൽ, ദാറ്റ്സ് നമ്പർ 1. രണ്ടാമത്തെ കാര്യം, അത് ബേസിക്കലി നമ്മൾ ചൈനീസിൽ പറയുന്ന വേർഡാണ് ടിങ്ജിൻ അല്ലെങ്കിൽ ലിസണിങ് സ്കിൽ. പൊതുവേ നമ്മൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? ചെവി കൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെ, എല്ലാ മനുഷ്യരും. ഓക്കെ, അതുപോലെ പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കിൻ, ത്വക്കിന്റെ സെൻസിറ്റിവിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ റീസൺ വേറെ ഒന്നും കൊണ്ടല്ല, ഒരു വിങ്ചുന്റെ ഒരു പഞ്ച് എന്ന് പറയുന്നത് 0.22 ഒരു ഫോർ എക്സാമ്പിൾ വിങ്ചുൻ പഞ്ച് അല്ല, ഐ മീൻ ഒരു പ്രതലത്തിൽ വെളിച്ചം വീഴുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ, നമ്മുടെ കണ്ണിൽ റെട്ടിന പോയി തിരിച്ചത് റിഫ്ലക്ഷൻ വരുന്ന. അപ്പൊ ഈ റിഫ്ലക്ഷൻ തിരിച്ചു വരാനായിട്ട് നമ്മുടെ ബോഡി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 0.22 സെക്കൻഡ്സ് ആണ്. 0.22 സെക്കൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ വിങ്ചുൻ പഞ്ചിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 0.14 സെക്കൻഡ് ആണ്. 22 ഈവൻ കുറവാണ്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ജസ്റ്റ് ഒരു ഫൈറ്റിംഗ് സ്റ്റാൻസ് നിൽക്കുക. ഞാൻ ചെയ്യാൻ പോകുന്നത് ബോഡിയിൽ ഞാൻ ഇതൊരു പഞ്ചിങ് റേഞ്ച് അല്ല, ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു കിക്കിംഗ് റേഞ്ചിന് വെളിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് കൈ ഞാൻ ഞാൻ പഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സുബ്രഹ്മണ്യനെ ഒന്ന് ഡിഫ്ലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് ഈ പഞ്ച് ഏത് അറ്റാക്ക് വേണം യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഡിഫ്ലക്ട് ചെയ്യാം. പെട്ടെന്ന് ബോഡി മൂവ്മെന്റ് കാണാം, അതിനെ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. ബട്ട്
ബിക്കോസ് അതെന്തുകൊണ്ടാണ് എൻ്റെ ആദ്യമേ ഞാൻ ടെലിഗ്രാഫിക് മൂവ്മെന്റ് എൻ്റെ തോൾ ഇവിടെ ഫസ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, തോൾ ആദ്യം മൂവ് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ ശേഷമാണ് എൻ്റെ കൈയും ബോഡിയും വരുന്നത്. നേരെ മറിച്ച് വിങ് ചുൻ അറ്റാക്സ് വരുമ്പോൾ നമുക്ക് ബോഡി ആസ് എ സിംഗിൾ യൂണിറ്റ് ആണ് മൂവ് ചെയ്യുന്നത്, ഒറ്റ യൂണിറ്റ് ആയിരിക്കും. ഈവൻ എൻ്റെ കൈ താഴെ ഇരുന്നാൽ പോലും ഓക്കെ ജസ്റ്റ് ട്രൈ, റെഡി ആണെങ്കിൽ മാത്രം റെഡി എന്ന് പറയാം. ഓക്കെ ഓക്കെ, എൻ്റെ കൈ താഴെ ഇരിക്കുന്ന ഞാൻ ഗാർഡിംഗ് പൊസിഷൻ പോലും അല്ല, എൻ്റെ കൈ താഴെ ഇരുന്നാൽ പോലും എനിക്ക് ഈ സൈഡ് മൂവ് ചെയ്യാം. റിയാക്ട് വൺ മോർ ടൈം, ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുന്നോ? ഓക്കെ വൺ മോർ ടൈം, കൈ താഴെ ഇരിക്കുകയാണ്. ഓക്കെ അഗൈൻ ഞാൻ ഫുൾ ബോഡി, ഇത് എൻ്റെ പഞ്ചിങ് റേഞ്ച് അല്ല, എൻ്റെ കിക്ക് എത്തുന്ന റേഞ്ച് പോലും അല്ല. ഓക്കെ ഇവിടെ നിന്ന് എനിക്ക് എത്ര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാം. വൺ മോർ ടൈം, ഓക്കെ റെഡി റെഡി, ഓക്കെ ഫൈൻ ഫൈൻ, സ്റ്റിൽ ഐ ക്യാൻ ടച്ച്. അതെ, അപ്പൊ എത്ര ഫാസ്റ്റ് ആയിട്ട് എൻ്റെ ഫുൾ ബോഡി യൂസ് ചെയ്ത് ഇവിടെ ഞാൻ പവറും കൂടെ അപ്ലൈ ചെയ്താലോ ഈ ചെസ്റ്റ് ഗാർഡും പിയേഴ്സ് ചെയ്ത് പോകും. ഓക്കെ യെസ്, അപ്പൊ അത്രയും എനർജി നമുക്ക് ഓരോ സ്ട്രൈക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് ഷോർട്ട് സ്ട്രൈക്സിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ ദെൻ അപ്പൊ നമ്മൾ ചിസാവ് ട്രെയിനിലോട്ട് ബാക്ക് ടു നമ്മുടെ ടോപ്പിക്കിലോട്ട് തിരിച്ചു വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഹാൻഡാണ് യൂസ് ചെയ്യുന്നത്. താൻ സാവ്, ദാറ്റ്സ് താൻ സാവ്, ദെൻ ഫുക് സാവ് ആൻഡ് ബോങ് സാവ്. യെസ്, 3 ഹാൻഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഹാൻഡ് പൊസിഷനിങ് ഇതായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു അകത്തൊരു ബോൾ വെച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ, ഒരു ഇമാജിനറി ബോൾ, യിൻ യാങ് ഹാർഡ് ആൻഡ് സോഫ്റ്റ്. അപ്പൊ ഇതിനെ നമ്മൾ റോൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് കൺസെപ്റ്റ് വരുന്നത്. സ്കീപ്പ് ഓൺ റോൾ. അപ്പൊ ഈ കൈ പുറത്തോട്ട് പോകാനോ, ഇത് ഇവിടെയാണ് നമ്മൾ പഠിക്കുന്ന ഹാൻഡ് പൊസിഷനിങ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഫോം സിനിം താവിൽ പഠിച്ച സ്കിൽസ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഹാൻഡ് പൊസിഷനിങ്, ബേസിക് ബോഡി സ്ട്രക്ചർ, നമ്മൾ ഇജി കിങ് എന്ന് പറഞ്ഞ ബേസിക് ബോഡി സ്ട്രക്ചറിലാണ് നമ്മൾ നിൽക്കുന്നത്. ദെൻ വിൻചുല സിനിമത്തെ ഫസ്റ്റ് ഫോമിൽ പഠിച്ച താൻ സാവ്, ഫുക് സാവ്, വൂ സാവ്, സോറി ബോങ് സാവ് തുടങ്ങിയ ടെക്നിക്സ് ആണ് നമ്മളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി ഒപ്പോണന്റ് റെസ്പോൺസ് അനുസരിച്ച്, പിന്നെ ഇത് ജസ്റ്റ് ചിസാവ് അല്ല, ഇത് പൂൻ സാവ് ഓർ PWONSAO, ജസ്റ്റ് റോളിംഗ്, ജസ്റ്റ് റോൾ ചെയ്യുക, അതിന്റെ സ്ട്രക്ചർ കറക്റ്റ് ചെയ്യുക എന്നുള്ള, ഹാൻഡ് പൊസിഷൻ കറക്റ്റ്. അപ്പോൾ എൻ്റെ ലൈക്ക് എൽബോ പുറത്തോട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ 1 പീസ് ഡിസ്റ്റൻസിലാണോ കൈ നിൽക്കുന്നത്, ഫോർവേഡ് ഇന്റൻഷനലി ഫോർവേഡ് എനർജി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബോഡി സ്ട്രക്ചറാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നീടായിരിക്കും പിന്നെ വൺസ് നമ്മൾ ഇതിൽ പൂൺസാവിൽ പെർഫെക്റ്റ് ആയി നിൽക്കുക, ദെൻ പിന്നീട് നമ്മൾ അടുത്ത എൻട്രി ലെവൽ ചിസാവിലെ ഓരോ ഡിഫറെന്റ് എൻട്രീസ് ഉണ്ട്. എത്ര മുന്നോട്ട് വരുന്ന ഹാൻഡ് ഡിഫെൻസീവ് ആണ്, എനിക്ക് മുന്നോട്ട് കയറാൻ പറ്റുന്നില്ല, സോ അവിടെ ഞാൻ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തായിരിക്കും ഞാൻ അവിടെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം ഞാൻ വളരെ ലൈറ്റായിട്ട് ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ ആദ്യം അറിയേണ്ടത്, ഏതൊരു മാർഷൽ ആർട്ട് പഠിക്കുമ്പോഴും അതിന് പ്രാക്ടിക്കാലിറ്റി ഉണ്ടായിരിക്കും. അല്ല ജസ്റ്റ് ഫ്ലാഷി മൂവുകൾ, ഫ്ലവറി മൂവ്സ് ചെയ്യാന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, മോർ ദാൻ ആ ചെയ്യുന്ന മൂവ്മെന്റിൽ എത്രത്തോളം നമുക്ക് ഒരു റിയൽ ഫൈറ്റിംഗ് സിറ്റുവേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, ആ മാർഷൽ ആർട്ട് നമുക്ക് ലൈഫ് ലോങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. ദാറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെൽത്ത് എല്ലാ മനുഷ്യനും എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ശ്വസിക്കുന്ന ഓരോ സെക്കൻഡും, അല്ല ദാറ്റ് മീൻസ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ സെക്കൻഡും നമുക്ക് ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ കൊറോണയ്ക്ക് വന്ന സമയത്ത് നമ്മൾ കണ്ടാണ് എത്ര ചെറുപ്പക്കാർ, 23-24 വയസ്സായ ചെറുപ്പക്കാർ മരിച്ചതാണ് അല്ലേ. അപ്പൊ നമുക്ക് ആ മാർഷൽ ആർട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആന്തരികവും ഓർ ഇന്റേണൽ, ബാഹ്യവും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫിറ്റ്നസ് നമുക്കത് തരുന്നതായിരിക്കണം. അപ്പോൾ നമ്മൾ ഏതൊരു ആർട്ട് പഠിക്കുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കുക. ആ ആർട്ട് നമുക്ക് ലൈഫ് ലോങ് പഠിക്കാൻ പറ്റുമോ, നമ്പർ 1. നമ്പർ 2, ആർട്ടിന്റെ ആ ചെയ്യുന്ന ടെക്നിക്സിന്റെ പ്രാക്ടിക്കാലിറ്റി, ഇത് രണ്ടും പഠിപ്പിക്കുന്ന ടീച്ചർ ആണെങ്കിലും പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിലും ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, ദെൻ ഇനി ഈ ചിസാവ് റോളിംഗ് ഹാൻഡ്സിന്റെ എന്താ പറയുക, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു റിയൽ ടൈം ഫൈറ്റിംഗ് സിറ്റുവേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഒരു റിയൽ ടൈം ഫൈറ്റിംഗ് സിറ്റുവേഷൻ നമുക്കറിയാം, ഒരിക്കലും ഇയാള് ഒപ്പോണന്റ് എന്നെ മാക്സിമം ഡാമേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകിൽ കൊല്ലുക, അല്ലെങ്കിൽ മാക്സിമം ഇഞ്ചുറി ചെയ്യുക, അപകടപ്പെടുത്തുക എന്നുള്ള രീതിയിലായിരിക്കും അയാളുടെ ഉദ്ദേശം വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഒരിക്കലും നമുക്ക് ഓക്കെ റെഡി പൊസിഷൻ, ഓക്കെ നടുക്ക് റെഫറി ഇല്ല, ടൈമർ ഇല്ല. ഒരു ഫൈറ്റിംഗ് സ്പോർട്സ് ബോക്സിംഗ് പോലെ, കിക്ക് ബോക്സിംഗ് പോലെ അവിടെ റെഫറിയോ ടൈമറോ ഇല്ല ഫൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട്. ഇവിടെ 2 കാര്യമേ ഉള്ളൂ, either you do or you die. ഒന്നുകിൽ രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഓക്കെ ദാറ്റ്സ് എൻഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഓക്കെ ഇമാജിൻ ഇപ്പൊ എൻ്റെ കൈ താഴെയായിരുന്നു, ഓക്കെ ഒപ്പോണന്റ് വന്നു, ഓക്കെ ഇയാള് വളരെ അഗ്രസീവ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇയാൾ ഫസ്റ്റ് എൻ്റെ അൺഫോർച്ചുനേറ്റ് എൻ്റെ ഹാൻഡ്സ് ഡൗൺ ആണ്, ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ബിക്കോസ് നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കാം, ആ ഒരു മിസ്റ്റേക്ക് ആണ് മേ ബി ഞാൻ ഹാൻഡ്സ് ഡൗൺ ആയിരുന്നു. ഇയാൾ ആ സമയത്തായിരുന്നു ഇയാൾ വളരെ അഗ്രസീവ് ആയിട്ട് വന്നിട്ട് എന്നെ ഇയാൾ പുഷ് ചെയ്തു. ഓക്കെ, പുഷ് ചെയ്തു. ഓക്കെ, 1 more time. ഈ പുഷിംഗ് സമയത്താണ് നമ്മൾ വിങ്ചുനിലെ ഈ ചിസാവ് ഈ പൊസിഷൻ ശ്രദ്ധിക്കുക. ഇത് അല്ലെങ്കിൽ റെഡി പൊസിഷൻ, വി കോൾ ഇറ്റ് ഭായ് ജോങ് സാവ്
ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഹാൻഡ് നമ്മൾ വിളിക്കുന്നത് വി കോൾ ഇറ്റ് മാൻസാവ് ഓർ ആസ്കിങ് ഹാൻഡ്. ബാക്കിലിരിക്കുന്ന കൈ വി കോൾ ഇറ്റ് വൂസാവ് ഓർ ഗാർഡിങ് ഹാൻഡ്. ഓക്കെ, ഈ ഒരു പൊസിഷൻ. അല്ലാതെ നമ്മൾ ഫിലിമിൽ കാണുന്ന പോലെ കൈ ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്യരുത്. ഓക്കെ, ബിക്കോസ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്യാൻ സംതിങ്, എന്തിനാ ബ്രേക്ക് ചെയ്യാനായിട്ട് അല്ലെ, ബ്രേക്ക് ഓഫർ ചെയ്യാൻ, ഐ എം ഗിവിംഗ് സംതിങ് ടു ബ്രേക്ക്. എക്സാക്ട്ലി. അപ്പോൾ ഒരിക്കലും ആരും മിസ്റ്റേക്ക് ചെയ്യരുത്. മൂവീസ് ആർ മൂവീസ്. റിയൽ ടൈം സിറ്റുവേഷനിൽ കൈ മാക്സിമം ക്ലോസ് ചെയ്ത് വെക്കുക. ക്ലോസ് അല്ല, നമ്മുടെ ഈ ഒരു റേഞ്ച് ഉണ്ട് അല്ലെ, ജസ്റ്റ് ഈ ഒരു ഫൈറ്റിംഗ് റേഞ്ചിൽ കൈ പ്ലേസ് ചെയ്യുക. ഈ ഫൈറ്റിംഗ് റേഞ്ചിൽ 2 പേരെ വരികയുള്ളൂ. ആരൊക്കെ ആയിരിക്കും? നമ്പർ 1 ഇത് നമ്മുടെ ലവർ ഓർ യുവർ വൈഫ്. ഓക്കെ, നമ്പർ 2 ടു അറ്റാക്ക്. ഓക്കെ, കത്തി ഉണ്ടാവും ഓർ ടു സ്റ്റാബ്. യെസ് അല്ലേ, 2 പേര്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രൈവസി ഉള്ള പ്രൈവറ്റ് ഏരിയ ആണ്. ഇവിടെ ലൈക്ക് നമ്മുടെ ബെഡ്റൂം പോലെ പെട്ടെന്ന് ആർക്കും ചാടി വരാൻ പറ്റില്ല. ഓക്കെ, സോ ഒരു ബെഡ്റൂം പോലെ ഇത് പ്രൈവറ്റ് പ്ലേസ്. അതുകൊണ്ടാണ് നമ്മളൊരു മതിൽ കെട്ടി വെക്കുന്നതൊക്കെ അല്ലെ, വീട്ടിന് ചുറ്റും മതിൽ കെട്ടി വെക്കുന്നത് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. അതുപോലെ ഗാർഡ് നമ്മുടെ ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ മാൻസാ വൂസ യൂസ് ചെയ്ത് ബോഡിനെ ഗാർഡ് ചെയ്യുക. നമ്മുടെ സെൻട്രൽ ലൈൻ, മെജോറിറ്റി വീക്ക് പോയിന്റ്സും ലൈൻ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സെൻട്രൽ ലൈനിനെ ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ആയിട്ട് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ സുബ്രഹ്മണ്യൻ, എനിക്കറിയില്ല ഇദ്ദേഹം എന്ത് അറ്റാക്കാണ് ചെയ്യുന്നത്. മേ ബി കിക്ക് ആയിരിക്കും, പഞ്ച് ആയിരിക്കും, എനിക്കറിയില്ല. ഇത് ഒരിക്കലും ഒരു പ്രീസെറ്റ് ഫൈറ്റിംഗ് മോഡല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഇദ്ദേഹം എക്യുപ്മെന്റ്സ് വെയർ ചെയ്യുന്നതും. അതനുസരിച്ച് ഇയാൾ ഈ തരുന്ന എനർജി ആയിരിക്കും എനിക്ക് റിയാക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഹെൽമെറ്റും ഇഞ്ചുറി വരാതെ ഹെൽമെറ്റും ചെസ്റ്റ് ഗാർഡും എല്ലാം വെച്ചിരിക്കും. ഓക്കെ, സുബ്രഹ്മണ്യം. ഓക്കെ, മേ ബി സഡൻ റിയാക്ഷൻ ആണ്, മനസ്സിലായില്ല, ആ ഫേസിൽ വരുന്ന സഡൻ റിയാക്ഷൻ ആയിരിക്കും നമുക്കവിടെ റെസ്പോൺസ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഓരോ സ്ട്രൈക്കും ഒരു കോബ്ര എത്രത്തോളം വെനം അല്ലെങ്കിൽ വിഷം ഓപ്പോണന്റ്, ഐ മീൻ എതിരാളി ഇഞ്ചെക്ട് ചെയ്യുന്നു, അത്രയും നമുക്ക് പവർഫുൾ ആയിട്ട് ഓരോ സ്ട്രൈക്കും ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഫിലിമിൽ കാണുന്ന പോലെ കണ്ടിന്യൂസ് സ്ട്രൈക്ക് ചെയ്തിട്ട് വീണ്ടും അയാൾ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഷോസ് എൻ്റെ പഞ്ച് ഇൻഎഫക്റ്റീവ് ആണ്. അപ്പോൾ ഓരോ സ്ട്രൈക്കിലും അത്രയും എനർജി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, ആ അപ്ലൈ ചെയ്യുന്നതിന് ആദ്യം എന്ത് വേണം? നമുക്ക് ബേസിക് സ്ട്രാൻസ് വേണം, ബേസിക് ബോഡി സ്ട്രക്ചർ വേണം. ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന വിങ് ചുന്നിലെ ഫസ്റ്റ് ഫോമിലാണ്. ഓക്കെ, ദെൻ ഓഫ് കോഴ്സ് പഞ്ച് ഡ്രില്ലുകൾ, വിങ് ചുന്നിൽ ബാക്കിയുള്ള ടെക്നിക്സിലെല്ലാം ഈ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ റൂട്ടിംഗ്, പ്രോപ്പർ സ്റ്റാൻസിലെ സ്റ്റെബിലിറ്റി, റൂട്ടിംഗ്, ഗ്രൗണ്ടിങ്, ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് സീനിങ് താവ്, ബേസിക് ബോഡി സ്ട്രക്ചർ എല്ലാം. ഓക്കെ, ദെൻ പിന്നീടാണ് പ്രോഗ്രസ് ചെയ്യുന്ന ചിസാവിലോട്ടും ഓഫ് കോഴ്സ് പിന്നെ ഗോസ അല്ലെങ്കിൽ ഫുൾ കോണ്ടാക്ട് ഫൈറ്റിങ്ങിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും സ്റ്റുഡൻസ് ആകുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് 1-to-1 നോൺ കോപ്പറേറ്റീവ് ഫൈറ്റിംഗ് ആയിരിക്കണം. ഇനിഷ്യലി ഓക്കെ നമുക്ക് ടെക്നിക്സ് നമ്മൾ പറഞ്ഞായിരിക്കും ചെയ്യുന്നത്, പക്ഷേ ഫൈനലി നോൺ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഫൈറ്റിംഗ് ടെക്നിക്സ് ആയിരിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് സഡൻ റെസ്പോൺസ്, ഒരു സഡൻ റിയാക്ഷൻ അല്ലെങ്കിൽ സഡൻ റിഫ്ലക്ഷൻ വരണമെങ്കിൽ നാച്ചുറലി ഈ ഒരു കൈൻഡ് ഓഫ് ട്രെയിനിങ് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ചിസാവ് വീണ്ടും ഞാൻ പറയണം, അതൊരു ട്രെയിനിങ് മെത്തേഡാണ്, ഒരിക്കലും അല്ലെങ്കിൽ ട്രെയിനിങ് ഡ്രില്ലാണ്, അതൊരു ഫൈറ്റിംഗ് അല്ല. നമ്മുടെ സെൻസസ് ഡെവലപ്പ് ചെയ്യാനും ഹാൻഡ് പൊസിഷനിങ് കറക്റ്റ് ചെയ്യാനും ബോഡി സ്ട്രക്ചർ കറക്റ്റ് ചെയ്യാനും ഒപ്പോണന്റിന്റെ ഗ്യാപ്സ് കണ്ടെത്താനും, ടച്ച് ചെയ്യുമ്പോൾ ഒപ്പോണന്റിന്റെ ഗ്യാപ്സ് കണ്ടെത്താനും യൂസ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് ഡ്രില്ലാണ് ചിസാവ്. ഓക്കെ, യെസ്. അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.